സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, സത്യവിശ്വാസികൾ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധികളും വിലക്കുകളും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും, പ്രത്യേകിച്ചും നമ്മുടെ രഹസ്യമായ നമ്മുടെ ജീവിതത്തിൽ കഴിവിൻ്റെ പരമാവധി കാത്തു സൂക്ഷിച്ച് ജീവിക്കണമേ എന്ന് എന്നോടെന്ന പോലെ തന്നെ നിങ്ങൾ ഓരോരുത്തരെയും ആദ്യമേ ഉണർത്തുന്നു, വസിയ്യത്ത് ചെയ്യുന്നു. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മകൻ ഇബ്രാഹിം മരണപ്പെടുമ്പോൾ, മരണം ആസന്നമായ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ അനസ് റളിയല്ലാഹു പറയാണ്, ഞങ്ങളുണ്ട്. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ മകനെ ചെന്ന് കാണുകയാണ്. അനസ് റളിയല്ലാഹു പറയാണ്, ഫജഅലത് ഐന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തദ്രിഫാൻ. പ്രവാചകന്റെ ഇരു കണ്ണുകളും ചാലിട്ട് ഒഴുകുന്നുണ്ട്. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കണ്ണുകൾ നിറഞ്ഞ് ഒഴുകുന്നുണ്ട്. ഫഖാല അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു. ഇത് കണ്ട് അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, വഅൻത യാ റസൂലല്ലാഹ്, പ്രവാചകരെ, താങ്കളും കരയുകയോ? താങ്കളും കരയുകയോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തോട് പറഞ്ഞു, യാ ഇബ്ന ഔഫ്, അബ്ദുറഹ്മാൻ, ഇന്നഹാ റഹ്മത്തുൻ, ഇതൊരു കാരുണ്യമാണ്. ഇന്നൽ ഐന തദ്മഉ വൽ ഖൽബു യഹ്സുൻ. കണ്ണുകൾ കണ്ണുനീർ പൊഴിപ്പിക്കുന്നതും മനസ്സ് വേദനിക്കുന്നതും അത് അല്ലാഹുവിൻ്റെ കാരുണ്യമാണ്. വലാ നഖൂലു ഇല്ലാ മാ യർളാ റബ്ബന. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് തൃപ്തിയില്ലാത്തതൊന്നും നമ്മൾ എന്ത് ചെയ്യില്ല, നാവ് കൊണ്ട് പറയില്ല. അള്ളാഹുവിന് തൃപ്തിയില്ലാത്തതൊന്നും ഈ നാവ് കൊണ്ട് എന്ത് ചെയ്യില്ല, പറയില്ല. പക്ഷേ കണ്ണുനീരുണ്ടാവൂട്ടോ. ഈ ഹൃദയം പിടക്കും, വേദനിക്കും, ഈ മനസ്സ് വേദനിക്കും. അതൊക്കെ റഹ്മത്തുൻ, അത് കാരുണ്യമാണ്, അത് മനസ്സിന്റെ കാരുണ്യമാണ്. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മരണപ്പെട്ട ഇബ്രാഹീമിനെ നോക്കി, മകനെ നോക്കിയിട്ട് പറയാണ്, വഇന്ന ബിഫിറാഖിക യാ ഇബ്രാഹിം ലമഹ്സൂനൂൻ. ഇബ്രാഹിം, നിന്റെ മരണം ഞങ്ങളെ ദുഃഖിപ്പിക്കുന്നുണ്ട്, ഞങ്ങളെ വേദനിപ്പിക്കുന്നുണ്ട്, ഞങ്ങളെ സങ്കടപ്പെടുത്തുന്നുണ്ട്. പ്രിയപ്പെട്ടവർ, കഴിഞ്ഞ ദിവസം അബൂദാബിയിൽ ഒരു വാഹന അപകടത്തിൽ നമ്മളൊക്കെ അറിഞ്ഞതാണ്, കേട്ടതാണ്, ഒരു കുടുംബത്തിലെ പിഞ്ചു മക്കൾ 4 ആളുകൾ ഈ ലോകത്തോട് വിട പറഞ്ഞത്. മരണവും വേർപാടും എല്ലാം നമ്മുടെ ജീവിതത്തിൽ നിത്യസംഭവം തന്നെയാണ്. പക്ഷേ ഒരു കുടുംബത്തിലെ കുഞ്ഞുമക്കൾ ഒരുമിച്ച് അവർ യാത്ര പറയുമ്പോൾ അവരെ കണ്ട് കൊതി തീരാത്ത രക്ഷിതാക്കൾ ഈ ലോകത്ത് നിന്ന് തങ്ങളുടെ മക്കൾ എന്നേക്കുമായി ഈ ലോകത്ത് നിന്ന് വിട പറയുമ്പോൾ ആ സമയത്ത് ആ രക്ഷിതാക്കളെ അത് എത്രമാത്രം വേദനിപ്പിച്ചിട്ടുണ്ടാവും, എത്രമാത്രം ആ മനസ്സ് വേദനിച്ചിട്ടുണ്ടാവും. ഇങ്ങനെയുള്ള വാർത്തകൾ കേൾക്കുമ്പം കേൾക്കുന്ന നമുക്ക് പോലും, നമ്മൾ ഇതുവരെ അവരെ അറിഞ്ഞിട്ടില്ല, മക്കൾ അറിഞ്ഞിട്ടില്ല, ആ കുടുംബത്തിന് പരിചയമില്ലാത്ത ആളുകൾ പോലും അവരുടെ മനസ്സുകൾ പോലും വേദനിക്കുന്ന, സങ്കടപ്പെടുന്ന, പ്രാർത്ഥിക്കുന്ന ഒരു ഘട്ടത്തിൽ ആ രക്ഷിതാക്കളുടെ മനസ്സ് എത്രമാത്രം വേദനിച്ചിട്ടുണ്ടാവും.
ആശ്വസിപ്പിക്കാനും ആശ്വസിക്കാനും സമാധാനിക്കാനും നമ്മുടെ വിശ്വാസമല്ലാതെ നമുക്ക് വേറെന്താ ഉള്ളത്? സഹിക്കാനും പരലോകത്ത് വീണ്ടും കണ്ടുമുട്ടുവാനുമുള്ള പ്രതീക്ഷയും ഒക്കെ ഈ വിശ്വാസമല്ലേ ഒരു മുസ്ലിമായ മാതാപിതാക്കളെ മുന്നോട്ട് നയിക്കുന്നത്? മതവിശ്വാസമില്ലാത്ത മതനിഷേധികളെ സംബന്ധിച്ചിടത്തോളം എന്ത് പ്രതീക്ഷയാണ് ഇങ്ങനെയുള്ള ആളുകൾക്കുള്ളത്? അവർക്കും തങ്ങളുടെ മക്കളോട് സ്നേഹം ഉണ്ടാവുമല്ലോ, പക്ഷെ അവർക്ക് എന്ത് പ്രതീക്ഷയാണുള്ളത്? നോക്കൂ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ അള്ളാഹുവിന്റെ റസൂലിന്റെ മുഴുവൻ മക്കളും ഒന്ന് ഒഴികെ എല്ലാവരും അവിടുത്തെ ജീവിത കാലഘട്ടത്തിൽ തന്നെ മരണപ്പെട്ടിട്ടുണ്ടല്ലോ. ഫാത്തിമ ബീവി ഒഴികെ ബാക്കി എല്ലാ മക്കളും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിത കാലഘട്ടത്തിൽ തന്നെ എന്തിട്ടുണ്ട്? മരണപ്പെട്ടിട്ടുണ്ട്. അവരൊക്കെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖബറടക്കിയിട്ടുണ്ട്. അവർക്കൊക്കെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരു കൈകൾ കൊണ്ട് ആ ഖബറിലേക്ക് മണ്ണ് വാരിയിട്ടിട്ടുണ്ട്. പ്രവാചക പുത്രി സൈനബ് റളിയല്ലാഹുവിന്റെ ഒരു കുട്ടി മരണപ്പെടുന്നൊരു സമയം, ആ സമയത്ത് സൈനബ് റളിയല്ലാഹു അൻഹു ഉപ്പയുടെ അടുക്കലേക്ക്, റസൂലുള്ളാഹിന്റെ അടുക്കലേക്ക് ആളെ അയക്കുന്നുണ്ട്. കുട്ടി മരണമാസന്നമായി കിടക്കുകയാണ്, മരണത്തോട് മല്ലടിച്ചിരിക്കണം. ആ സമയത്താണ് പ്രവാചകന്റെ അടുക്കലേക്ക് സൈനബ് റളിയല്ലാഹുവിനെ ആളയക്കുന്നത്. പ്രവാചകന്റെ കൂടെ ആ സമയത്ത് ഉസാമ റളിയല്ലാഹു അൻഹുണ്ട്, സഅദ് റളിയല്ലാഹു അൻഹുണ്ട്, ഉബൈ റളിയല്ലാഹു അൻഹു ഒക്കെ ഉണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വന്ന ആളോട് പറഞ്ഞു, ഇന്ന ലില്ലാഹി മാ അഖദ വമാ അഅത വകുല്ല ഷൈഇൻ ഇൻദഹു മുസമ്മ ഫൽതസ്ബിർ ഫതഹ്തസബ്. ആളോട് പറയാണ്, സൈനബിനോട് പറയണം. എന്ത് പറയണം? അള്ളാഹു എടുത്തത് അവൻ്റേതാണ്, അവൻ നൽകിയതും അവൻ്റേതാണ്. ഓരോ കാര്യത്തിനും അവന്റെ അടുക്കൽ ഒരു നിശ്ചിത സമയമുണ്ട്. ഫൽതസ്ബിർ വതഹ്തസിബ്. അതുകൊണ്ട് സൈനബ്, നീ എന്ത് ചെയ്യുക? ക്ഷമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്ന് പ്രതിഫലം ആഗ്രഹിക്കുക എന്ന് ഇത് പറയാൻ വേണ്ടി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞയക്കുകയാണ്. ഏതൊരു രക്ഷിതാവിനും ഉണ്ടാവേണ്ടതാണ് ക്ഷമയും പ്രതിഫല ആഗ്രഹവും. ക്ഷമിക്കാൻ കഴിയണം ഏതൊരു പ്രതിസന്ധി ഘട്ടങ്ങളിലും പ്രയാസഘട്ടങ്ങളിലും. ആ ക്ഷമയിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് പ്രതിഫലം ആഗ്രഹിക്കുകയും വേണം. മനസ്സ് വേദനിച്ചത് കൊണ്ടോ ആ വേദന കാരണം കണ്ണിൽ നിന്ന് കണ്ണുനീർ പൊഴിച്ചത് കൊണ്ടോ അള്ളാഹു ഒരിക്കലും എന്ത് ചെയ്യില്ല? ആ പ്രതിഫലം നഷ്ടപ്പെടുത്തുകയില്ല. ഈ സംഭവത്തിൽ കാണാം, സൈനബ് റളിയല്ലാഹു വീണ്ടും ആളയക്കാണ്. ഒന്നുകൂടി കഠിനമായി, അസുഖം കഠിനമായി, വല്ലാതെ പ്രയാസപ്പെടുന്നു ഈ കുഞ്ഞ്. ആ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ സൈനബ് റളിയല്ലാഹുവിന്റെ വീട്ടിലേക്ക് വരികയാണ്. വന്നപാടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് ഈ കുഞ്ഞിനെ ഉയർത്തി കൊടുക്കുകയാണ് സൈനബ് റളിയല്ലാഹു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ മടിത്തട്ടിൽ ഈ കുഞ്ഞിനെ കിടത്തി. ആ സമയത്ത് ഈ കുഞ്ഞിന്റെ വനഫ്സു സബിയ്യത് തഖഅഖഹു, ഈ കുഞ്ഞ് ശ്വാസം എടുക്കാൻ നന്നേ പ്രയാസപ്പെടുന്നുണ്ട്. ശ്വാസം മുറിഞ്ഞു പോകുന്ന രൂപത്തിൽ ശ്വാസം എടുക്കാൻ നന്നേ പ്രയാസപ്പെടുന്ന ഒരു സമയം. ഫഫാലത്ത് ഐന റസൂലുള്ളാഹ്, അള്ളാഹുവിന്റെ പ്രവാചകന്റെ ഇരു കണ്ണുകളും ആ സമയത്ത് ഇങ്ങനെ ഒഴുകുകയാണ്, സങ്കടത്തോടു കൂടി ഒഴുകുകയാണ്. ആ സമയത്ത് സഅദ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, മഹാദാ യാ റസൂലല്ലാഹ്, അള്ളാഹിന്റെ പ്രവാചകരെ, എന്താ ഇത്? താങ്കൾക്ക് അറിയുകയോ? ആ സമയത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആദിഹി റഹ്മ, ഇത് കാരുണ്യമാണ്, ഇത് അള്ളാഹുവിന്റെ റഹ്മത്താണ്. അല്ലാഹു ഫീ ഖുലൂബി മൻ യശാഉ മിൻ ഇബാദിഹി. ഈ കാരുണ്യം അള്ളാഹു ഇഷ്ടപ്പെടുന്ന, അള്ളാഹു ഉദ്ദേശിക്കുന്ന തന്റെ അടിമകളുടെ മനസ്സിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇട്ടുകൊടുക്കും. ഇന്നമാ യർഹമുല്ലാഹു മിൻ ഇബാദിഹി അർഹമാ. തീർച്ചയായിട്ടും അള്ളാഹു സുബ്ഹാനഹു വ തആല കരുണ കാണിക്കും. ആരോട്? ഈ ദുനിയാവില് കാരുണ്യം കാണിക്കുന്ന ആളുകളോടൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല കരുണ കാണിക്കും. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, എന്ത്? വകുല്ല ഷൈഇൻ ഇൻദഹു മുസമ്മ. എല്ലാത്തിനും അവന്റെ അടുക്കൽ ഒരു നിർണിത സമയമുണ്ട്, ഒരു അവധിയുണ്ട്. അത് അങ്ങനെ തന്നെ നടക്കും.
ആ അവധിയെ മാറ്റാനോ അല്ലെങ്കിൽ അകറ്റി മാറ്റാനോ ഒരാൾക്കും എന്ത് ചെയ്യില്ല, കഴിയില്ല. ആ അവധിയെ ഒന്ന് നീക്കുവാൻ ഒരാൾക്കും കഴിയില്ല. പിന്നെ നമുക്ക് എന്താ കഴിയുക? അള്ളാഹു സുബ്ഹാനഹു നമുക്ക് തന്നത് അള്ളാഹു സുബ്ഹാനഹു തിരിച്ചെടുക്കുമ്പോ ആ കണ്ടു നിൽക്കുന്ന അനുഭവിക്കുന്ന നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക? അത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് എന്ത്? ഫൽ തസ്ബിർ, ക്ഷമിക്കുക. ഫതഹ്തസിബ്, അതുപോലെ തന്നെ എന്ത് ചെയ്യുക? പ്രതിഫലം അള്ളാഹുവിൽ നിന്ന് എന്ത് ചെയ്യുക? ആഗ്രഹിക്കുക. ഇത് രണ്ടുമാണ് നമുക്ക് ചെയ്യാൻ കഴിയുന്നത്. ഈ വിഷയമായി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ചില കാര്യങ്ങൾ അള്ളാഹിന്റെ റസൂൽ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഇങ്ങനൊരു അവസ്ഥ വരുമ്പം, ഇങ്ങനൊരു സാഹചര്യം വരുമ്പം നമ്മുടെ ജീവിതത്തിൽ വന്നാൽ എന്താണ് നമ്മൾ ചെയ്യേണ്ടത്, എന്ത് നിലപാടാണ് എടുക്കേണ്ടത്, എങ്ങനെയാണ് നമ്മൾ ജീവിതത്തെ കൊണ്ടുപോകേണ്ടത് എന്ന് വ്യക്തമാകുന്ന ചില കാര്യങ്ങൾ, ഉപദേശങ്ങൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഒരിക്കൽ പ്രവാചകരോട് സ്വഹാബി വനിതകൾ പറഞ്ഞു, പ്രവാചകരെ, അങ്ങ് ആണുങ്ങളാണല്ലോ താങ്കളുടെ കൂടെ എപ്പോഴും ഉണ്ടാവുക, ഞങ്ങൾക്കും വേണം ഒരു സമയം അങ്ങയോട് ചില കാര്യങ്ങൾ ചോദിക്കാനും അങ്ങയിൽ നിന്ന് കുറച്ച് കാര്യങ്ങൾ ഇസ്ലാമിനെ കുറിച്ച് പഠിക്കാനും ഞങ്ങൾക്കും ഒരു സമയം നിശ്ചയിച്ചു തരണം പ്രവാചകരെ എന്ന് പറഞ്ഞ സമയത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്ത്രീകൾക്ക് മാത്രമായിട്ട് ഒരു സമയം നിശ്ചയിച്ചു വെച്ചു ഒരു വീട്ടിൽ. അങ്ങനെ ആ വീട്ടില് ഈ സ്ത്രീകളൊക്കെ ഒരുമിച്ച് കൂടി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവർക്ക് ഉപദേശങ്ങൾ നൽകുകയാണ്. ആ സമയത്ത് പിന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അയ്യുമ ഇംറഅത്തിൻ മാത ലഹാ സലാസത്തുൻ മിനൽ വലദ് ഖാനൂ ലഹാ ഹിജാബുൻ മിനൻ നാർ. ഒരു സ്ത്രീക്ക്, ഒരു പെണ്ണിന് അവളുടെ 3 മക്കൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ കാനൂ അവർ ആയിത്തീരും ലഹ ഈ സ്ത്രീക്ക് എന്ത്? ഹിജാബം മിനൻ നാർ, നരകത്തിൽ നിന്നുള്ള ഒരു മറയായിരിക്കും. അത് സ്ത്രീക്കാണെങ്കിലും പിതാവിനാണെങ്കിലും. ഇതിന്റെ മാതാപിതാക്കൾക്ക് നരകത്തിൽ നിന്ന് ഒരു മറയാണ് എന്ത്? ഈ 3 മക്കള് ജീവിതത്തിൽ മരണപ്പെട്ടു പോയാൽ. കാലത്ത് ഇമ്രാത്തുൻ, ഇത് കേട്ട സമയത്ത് ഒരു സ്ത്രീ എഴുന്നേറ്റ് നിന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുകയാണ്, വസ്നാനി, പ്രവാചകരെ 2 കുട്ടികളാണെങ്കിലോ, 2 മക്കളാണ് മരണപ്പെട്ടത് എങ്കിലോ? അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വസ്നാനി, 2 മക്കളാണെങ്കിലും അത് അവർക്ക് ഹിജാബായിരിക്കും, മറയായിരിക്കും നരകത്തിൽ നിന്ന് എന്ന്. വേറൊരു ഹദീസിൽ കാണാം, ഒരു കുട്ടി ചെറുപ്പത്തിൽ മരണപ്പെട്ടാലും അത് ഹിജാബായിരിക്കും, നരകത്തിൽ നിന്ന് മറയായിരിക്കും എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിട്ട്. നോക്കൂ, ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. മരണത്തെ നമുക്ക് ഒരിക്കലും തടുക്കാൻ കഴിയില്ല, മരണത്തെ നമുക്ക് മാറ്റിവെക്കാൻ കഴിയില്ല. പിന്നെന്താ കഴിയുക? നമുക്ക് ക്ഷമിക്കാനും സഹിക്കാനും പ്രതിഫലം ആഗ്രഹിക്കാനും മാത്രമേ നമുക്ക് കഴിയുള്ളൂ. അതേ നമുക്ക് കഴിയുള്ളൂ. നരകത്തിൽ നിന്നുള്ള ഹിജാബും മറയും സ്വർഗത്തിലേക്കുള്ള പ്രവേശനവുമായിട്ട് മാറും. എന്തുണ്ടാവണം? ഈമാനും സബ്റും വേണം. ഈമാനും സബ്റും നമുക്കുണ്ടാവണം. പ്രവാചകന്റെ സദസ്സിൽ ഒരാൾ തന്റെ ചെറിയ മകനോടൊപ്പം വരാറുണ്ടായിരുന്നു. എപ്പോഴും ഒരു മകനെയും കൊണ്ട് കുഞ്ഞു കുട്ടിനെയും കൊണ്ട് എന്ത് ചെയ്യും? വരും. അങ്ങനെ ഒരിക്കൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇദ്ദേഹത്തെ കാണില്ല. ആ സമയത്ത് സഹാബാക്കളോട് ചോദിച്ചു, എന്ത്? ഈ മനുഷ്യൻ എവിടെ എന്നുള്ളത്, ഈ മനുഷ്യൻ എവിടെ? അപ്പൊ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സഹാബാക്കൾ പറഞ്ഞു, പ്രവാചകരെ, അദ്ദേഹത്തിന്റെ കുഞ്ഞ് മരണപ്പെട്ടു പോയി. അപ്പൊ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ കുട്ടിയുടെ പിതാവിനോട് പറഞ്ഞു, എന്താ? അമാ തുഹിബ്ബു അൻ തഅതിയ ബാബൻ മിൻ അബ്വാബിൽ ജന്ന ഇല്ലാ വജദ്തുഹു അലയ്യ യന്തദിറൂനക. എന്താ പറഞ്ഞത്? നീ സ്വർഗ കവാടത്തിൽ ഏതിലൂടെ ചെല്ലുമ്പോഴും നിന്റെ മകൻ നിന്നെ കാത്ത് നിൽക്കുന്നത് നിന്നെ സന്തോഷിപ്പിക്കുന്നില്ലേ എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിച്ചു. അതായത് ചെറിയ കുട്ടി മരണപ്പെട്ടു പോയാൽ ഈ മനുഷ്യൻ സ്വർഗത്തിലേക്ക് ഏത് കവാടത്തിലൂടെ പ്രവേശിക്കുകയാണെങ്കിൽ ആ കവാടത്തിലൊക്കെ ഈ കുട്ടി എന്ത് ചെയ്യും? ഈ പിതാവിനെ അല്ലെങ്കിൽ ഉമ്മയെ അത് കാത്തിരിക്കും എന്നുള്ളതാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്. പ്രവാചകന്റെ ഈ സന്തോഷ വാർത്ത കേട്ട സമയത്ത് പിന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സഹാബി എന്നിട്ട് ചോദിച്ചു, പ്രവാചകരെ, അലഹു ഖാസത്തുൻ അംലി കുല്ലിന, പ്രവാചകരെ, ഈ സന്തോഷം ഇദ്ദേഹത്തിന് മാത്രമുള്ളതാണോ, അതല്ല ഞങ്ങൾക്ക് എല്ലാവർക്കും ഉള്ളതാണോ? ഏതൊരു മുസ്ലിമിന്റെ കുട്ടിയും മരണപ്പെട്ടാൽ ആ കുഞ്ഞ് സ്വർഗത്തിന്റെ കവാടത്തിൽ ഈ പിതാവിനെ കാത്തിരിക്കോ എന്ന് ചോദിച്ച സമയത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എന്ത്? ബല്ലിക്കുല്ലിക്കും, നിങ്ങളെല്ലാവർക്കുള്ള സന്തോഷമാണ്. എന്ത്? ഒരു കുഞ്ഞ് മരണപ്പെട്ടാൽ, ചെറുപ്രായത്തിൽ കുട്ടി മരണപ്പെട്ടാൽ ആ കുട്ടി തന്റെ രക്ഷിതാവിനെ കവാടത്തിൽ എന്ത് ചെയ്യും?
കാത്തിരിക്കും എന്നുള്ളത്. പക്ഷെ ക്ഷമിക്കാനും സഹിക്കാനും എന്ത് ചെയ്യണം? നമുക്ക് കഴിയണം. അള്ളാഹുവിന് വേണ്ടി നമുക്ക് ക്ഷമിക്കാൻ കഴിയണം. അവൻ നൽകിയതാണ്, അവൻ അതിനെ തിരിച്ചെടുത്തു. അള്ളാഹു നമുക്ക് നൽകിയതാണ്, അതിനെ അള്ളാഹു സുബ്ഹാനഹു വ തആല തിരിച്ചെടുത്തു. പറയാൻ കഴിയണം ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്നത്. കേവലം ഒരു വാക്ക് മാത്രമല്ല. എവിടെയെങ്കിലും മരണം കേൾക്കുമ്പോൾ, അതല്ലെങ്കിൽ എന്തെങ്കിലും അപകടം കാണുമ്പോൾ മാത്രം പറയേണ്ട കേവലം ഒരു വാക്കല്ല എന്ത്? ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്നുള്ളത്. അത് തന്റെ മനസ്സിൽ നിന്ന് വരേണ്ടതാ. എന്താ മനസ്സിൽ വരുന്നത്? ഇന്നാ ലില്ലാഹി, നമ്മളൊക്കെ അള്ളാഹുവിനുള്ളതാണ്, അള്ളാഹുവിൽ നിന്നാണ്, ആ അള്ളാഹുവിലേക്കാണ് നമ്മുടെ മടക്കം എന്ന് മനസ്സറിഞ്ഞ് നമുക്കെന്ത് ചെയ്യണം? പറയാൻ കഴിയണം. സ്വന്തം മക്കൾ മരണപ്പെട്ടാലും വല്ല അപകടങ്ങൾ വന്നാലും ഒക്കെ എന്ത് ചെയ്യണം? നമുക്കത് പറയാൻ കഴിയണം. നോക്കൂ, ഒരു ഹദീസിൽ കാണാൻ സാധിക്കും. എന്താ ഹദീസിൽ പറയുന്നത്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ മാത വലദുൽ അബ്ദ്, ഒരു അടിമയുടെ മകൻ മരണപ്പെടുകയാണ്, ഒരു കുട്ടി മരണപ്പെടുകയാണ്, ഒരാളുടെ കുട്ടി. ആ സമയത്ത് ഖാലല്ലാഹു ലി മലായികതിഹി, അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കുകളെ ഏൽപ്പിച്ചതാണ് റൂഹിനെ പിടിക്കാനൊക്കെ. എന്നാലും ഈ മലക്ക് ഈ കുഞ്ഞിന്റെ ആത്മാവിനും കൊണ്ട് വാനലോകത്തേക്ക് ഉയരുന്ന സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മലക്കോട് ചോദിക്കുന്ന എന്ത്? ഖബൽതും വലദ അബ്ദി, എന്റെ അടിമയുടെ മകനെ നിങ്ങൾ പിടിച്ചുവല്ലേ? അപ്പൊ മലക്കുകൾ പറയും യഖൂലൂൻ നഅം, ഞങ്ങൾ പിടിച്ചു. പിന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കും ഖബൽതും സമറത ഫുആദി, അവന്റെ കരളിന്റെ കഷ്ണത്തെ തന്നെ പിടിച്ചുലേ? കരളിന്റെ കഷ്ണത്തെ തന്നെ പിടിച്ചുലേ? അപ്പൊ മലക്കുകൾ പറയും എന്ത്? യഖൂലൂൻ നഅം, ഞങ്ങൾ പിടിച്ചു റബ്ബേ. ഈ സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കോട് ചോദിക്കുന്ന ചോദ്യമുണ്ട്, മാദാ ഖാല അബ്ദി, അപ്പൊ എന്റെ അടിമ എന്താ പറഞ്ഞത്? എന്റെ അടിമ എന്താ പറഞ്ഞത്? ആ അടിമയുടെ ആ കുഞ്ഞ് മരണപ്പെട്ട സമയത്ത്, ആ കരളിന്റെ കഷ്ണത്തെ പിടിച്ച സമയത്ത്, അതിന്റെ റൂഹിനെ നിങ്ങൾ കൊണ്ടുവരുന്ന സമയത്ത് എന്റെ അടിമ എന്താ പറഞ്ഞത്? അപ്പോ ഈ മലക്കുകൾ പറയാണ് ഹമിദക വസ്തർജ, എന്താ പറഞ്ഞത്? ആ അടിമ പറഞ്ഞു എന്ത്? അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന്. ഇതാ പറഞ്ഞത്. യഖൂലുല്ലാഹു തആല, അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സമയത്ത് ഈ മലക്കോട് പറയണം എന്ത്? ഇബ്നു, നിങ്ങൾ പണിയണം, ലി അബ്ദി, എന്റെ ഈ അടിമക്ക് വേണ്ടിയിട്ട്, ബൈത്തൻ ഫിൽ ജന്ന, സ്വർഗത്തിൽ ഒരു കവാടം, ഒരു വീട് എന്ത് ചെയ്യണം? പണിയണം. എന്നിട്ട് ആ വീടിന് പേരും കൊടുക്കണം, സമ്മൂഹു ബൈത്തുൽ ഹംദ്, ഈ വീടിന് പേരിടണം എന്ത്? ഹംദ് എന്ന പേര് ആ വീടിനിടണം. സ്വർഗത്തിലൊരു കൊട്ടാരം ഈ അടിമക്ക് വേണ്ടിയിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പണിയാൻ കൽപ്പിക്കുക. നോക്കും, സ്വന്തം കുഞ്ഞിന്റെ മരണ വാർത്ത കേൾക്കുമ്പോൾ, സ്വന്തം കുഞ്ഞ് തന്റെ കൺമുന്നിൽ കിടന്ന് മരിക്കണ സമയത്ത്, മരണത്തോട് മല്ലടിച്ച് ഒന്ന് ശ്വാസമെടുക്കാൻ പ്രയാസപ്പെട്ട് തന്റെ മുമ്പിൽ പിടഞ്ഞു മരിക്കുന്ന സമയത്ത്, നന്നേ പാടുപെട്ട് മരിക്കുന്ന ഒരു സമയത്ത്, തന്റെ കൺമുന്നിൽ പിടഞ്ഞു മരിക്കുമ്പോഴും ഒരു പിതാവിന് പറയാൻ കഴിയണം, ഒരു മാതാവിന് പറയാൻ കഴിയണം എന്ത്? അൽഹംദുലില്ലാഹ്, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. റബ്ബേ, ഞങ്ങളുടെ മനസ്സിനെ വല്ലാതെ വേദനിപ്പിക്കുന്നുണ്ട്, ഞങ്ങളുടെ മനസ്സിനെ വല്ലാതെ ദുഃഖിപ്പിക്കുന്നുണ്ട്, ഞങ്ങൾക്ക് കണ്ട് കൊതി തീർന്നിട്ടില്ല റബ്ബേ. എന്നാലും എന്റെ മനസ്സിൽ, ഞങ്ങളുടെ മനസ്സിൽ നിന്നോടൊരു വിഷമോ ഒരു ദേഷ്യമോ ഒരു വെറുപ്പോ ഞങ്ങളുടെ മനസ്സിലില്ല. ഇപ്പോഴും ഞങ്ങളുടെ മനസ്സിൽ നിന്നെ കുറിച്ചുള്ളത് അൽഹംദുലില്ലാഹ്, 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 ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. റബ്ബേ, ഞങ്ങളൊക്കെ നിനക്കുള്ളതാണ്, എന്റെ മക്കൾ നീ തന്നതാണ്, ആ മകനെ നീ തിരിച്ചെടുത്തും. അൽഹംദുലില്ലാഹി ഫി കുല്ലി ഹാലിൻ എന്ന് പറയാൻ ഒരു ഉമ്മക്ക് പറയാൻ കഴിഞ്ഞാൽ, ഒരു ഉപ്പക്ക് പറയാൻ കഴിഞ്ഞാൽ, അതാണ്, ആ സമയത്താണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയണത് ഇബ്നു ബൈത്തൻ ഫിൽ ജന്ന, ഇദ്ദേഹത്തിന് വേണ്ടിയിട്ട് ഒരു വീട് സ്വർഗത്തിൽ പണിയണം എന്ന് പറഞ്ഞത്. അത്രമാത്രം മഹത്വമുള്ളതാണ്, അത്രമാത്രം പവിത്രമാണ് എന്ത്? ഈ ഒരു വാക്കിന്. അത് സ്വന്തം കുഞ്ഞ് മരിക്കുമ്പോഴും അൽഹംദുലില്ലാഹ് പറയാൻ കഴിയണം. എന്തേ? കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഒരിക്കലും വെറുക്കാനോ അല്ലെങ്കിൽ അള്ളാഹുവോട് ദേഷ്യം വരാനോ ഒരിക്കലും പാടില്ല. ഒരു അടിമയെ സംബന്ധിച്ചൊക്കെ അള്ളാഹു തന്നതാ. അള്ളാഹു തിരിച്ചു വിളിക്കുമ്പോൾ അത് കൊടുക്കല്ലാതെ വേറെ നിവൃത്തിയില്ല. പക്ഷെ നമുക്കതിനുള്ള പ്രതിഫലം ഉണ്ട്. ആ പ്രതിഫലത്തെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ആഗ്രഹിക്കേണ്ടത്. ഒരിക്കൽ അബൂ ഹസ്സാൻ അഅ്റജ് റളിയല്ലാഹു അൻഹു അബൂ ഹുറൈറ റളിയല്ലാഹുവിന്റെ അടുക്കൽ ചെന്നിട്ട് ചോദിക്കാണ്. എന്താ ചോദിച്ചെന്നറിയാം? അബൂ ഹുറൈറ, എന്റെ 2 ആൺകുട്ടികൾ മരണപ്പെട്ടുട്ടോ, എന്റെ 2 ആൺകുട്ടികൾ മരണപ്പെട്ടു. പക്ഷെ ഞങ്ങളുടെ മനസ്സിന് സമാധാനം കിട്ടുന്ന എന്തെങ്കിലും ഒരു ഹദീസ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് ഓർമ്മണ്ടോ?
റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഓർമ്മയുണ്ടോ? ആ സമയത്ത് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തോട് പറയാണ്, നഅം, എനിക്ക് ഓർമ്മയുണ്ട്. നിങ്ങളുടെ മനസ്സിന് സമാധാനം നൽകുന്ന, നിങ്ങളുടെ മനസ്സിന് ആശ്വാസം നൽകുന്ന വചനങ്ങൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തന്നിട്ടുണ്ട്. എന്താണ് ആ പറഞ്ഞത്? അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുകയാണ്, സിഗാറുഹും ദആമീസുൽ ജന്ന, മരിച്ചുപോയ ചെറിയ മക്കൾ സ്വർഗത്തിലെ സ്ഥിരവാസികളാണ് ട്ടോ. മരിച്ചുപോയ ചെറിയ മക്കൾ സ്വർഗത്തിലെ സ്ഥിരവാസികളാണ്. യതലക്ക അഹദുഹും അബാഹും, അവര് സ്വർഗത്ത് കണ്ടുമുട്ടും, നാളെ പരലോകത്ത് കണ്ടുമുട്ടും. നാളെ പരലോകത്ത് അവിടെ മാതാപിതാക്കളെ ഈ ചെറിയ മക്കൾ എന്ത് ചെയ്യും? കണ്ടുമുട്ടും. ആ സമയത്ത് ഫയഖുദു ബിസൗബിഹിൻ, ഈ മാതാപിതാക്കളുടെ വസ്ത്രം ഈ കുഞ്ഞുങ്ങൾ അതിന്റെ ഒരു തലക്കിൽ ഇങ്ങനെ പിടിക്കുന്ന, ഏതുപോലെ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞു, കമാ ആഖുദു അന ബിസ്വനഫതി സൗബിഹി ആദാ, താങ്കളുടെ ഈ വസ്ത്രത്തിന്റെ തുമ്പ് ഞാൻ പിടിച്ചതുപോലെ താങ്കളുടെ വസ്ത്രത്തിന്റെ തുമ്പ് താങ്കളുടെ മകൻ എന്ത് ചെയ്യും? കുട്ടി എന്ത് ചെയ്യും? പിടിക്കും. ഏതുവരെ? ഫലാ യതനാഹ ഹത്താ യുദ്ഖിലുല്ലാഹു അബാഹുൽ ജന്ന, ഈ മാതാപിതാക്കളെ, ഈ പിതാവിനെ അല്ലെങ്കിൽ മാതാവിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗ്ഗത്തിലേക്ക് പ്രവേശിപ്പിക്കുന്നത് വരെ ഈ കുട്ടി പിടിച്ചുകൊണ്ട് നിൽക്കുന്ന, ഈ കുട്ടി ഇങ്ങനെ പിടിച്ചുകൊണ്ട്, ഈ കുട്ടി വിടൂല എന്നാ. അത്രമാത്രം എന്താണ്? പവിത്രമാണ് ഒരു ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ മക്കൾ മരണപ്പെട്ടു പോവുകയും നമ്മൾ അതിൽ ക്ഷമിക്കുകയും അള്ളാഹുവിന്റെ പ്രതിഫലം ആഗ്രഹിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന പ്രതിഫലമാണ് അത്. അതാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ പുത്രി സൈനബ് റളിയല്ലാഹു അൻഹയോട് പറഞ്ഞത്. എന്ത്? ഫൽ തസ്ബിർ, സൈനബ് എന്ത് ചെയ്യുക? ക്ഷമിക്കുക. ഫതഹ്തസിബ്, അതുപോലെ തന്നെ പ്രതിഫലം എന്ത് ചെയ്യുക? ആഗ്രഹിക്കുക. പ്രതിഫലം ആഗ്രഹിക്കുക, അള്ളാഹുവിന് വേണ്ടി ക്ഷമിക്കുക, പ്രതിഫലം ആഗ്രഹിക്കുക. സൂറത്ത് സുമറിലെ 10-ാമത്തെ വചനത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു വചനം അള്ളാഹു സുബ്ഹാനഹു വ തആല ഒന്ന് നമ്മോട് സംസാരിക്കുന്നുണ്ട്. എന്താ സംസാരത്തിൽ പറയുന്നതെന്നറിയോ? അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാണ്, ഇന്നമാ യുവഫ്ഫസ് സാബിറൂന അജ്റഹും ബിഗൈരി ഹിസാബ്. ഇന്നമാ യുവഫ്ഫസ് സാബിറൂന, തീർച്ചയായിട്ടും ക്ഷമ പാലിക്കുന്ന ആളുകൾക്ക്, ക്ഷമാശീലർക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല നിറവേറ്റി കൊടുക്കും, പൂർത്തിയാക്കി കൊടുക്കും. എന്ത്? അജ്റഹും, അവരുടെ പ്രതിഫലം, ബിഗൈരി ഹിസാബ്, കണക്ക് നോക്കാതെ തൂക്കി നോക്കാതെ അള്ളാഹു സുബ്ഹാനഹു വ തആല കണക്കില്ലാതെ പ്രതിഫലം നൽകും. ആർക്ക്? അള്ളാഹുവിന് വേണ്ടിയിട്ട് ക്ഷമിക്കുന്ന ആളുകൾക്ക്. നോക്കും, സാധാരണഗതിയിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രതിഫലം നൽകുന്നത് എങ്ങനെ? 10 ഇരട്ടി മുതൽ 700 ഇരട്ടി വരെ ഇങ്ങനെ പ്രതിഫലം പറയുന്നുണ്ട് സാധാരണ അമലുകൾക്ക്, പ്രവർത്തികൾക്ക്. പക്ഷെ ക്ഷമിക്കുന്ന ആളുകൾക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു കണക്ക് വെച്ചിട്ടില്ല, ഒരു അതിര് വെച്ചിട്ടില്ല, ഒരു വരമ്പ് വെച്ചിട്ടില്ല. കണക്ക് നോക്കാതെയാണ് അതിനുള്ള പ്രതിഫലം അള്ളാഹു സുബ്ഹാനഹു വ തആല കൊടുക്കുന്നത്. ബിഗൈരി ഹിസാബ്, ഒരു വിചാരണയില്ലാതെ ലഭിക്കുന്ന പ്രതിഫലം അളക്കാനോ തൂക്കാനോ എണ്ണി നോക്കാനോ സാധിക്കാത്ത അത്രയും വലുതായിരിക്കും എന്നും പണ്ഡിതന്മാർ ഇതിനെ സൂചിപ്പിച്ചു. അത്രക്കും വലുതായിരിക്കും. ആർക്കുള്ളതാ? ക്ഷമിക്കുന്ന ആളുകൾക്കുള്ള. ക്ഷമ എന്നുള്ളത് വലിയൊരു ഇബാദത്താണ്. നമ്മുടെ തുലാസിൽ ഏറ്റവും കനം തൂങ്ങുന്നതാണ്. അത് ആർക്ക് കൊടുക്കും? ആ തുലാസിൽ കനം തൂങ്ങുന്ന ആർക്കാണ്? അള്ളാഹുവിന് വേണ്ടി ക്ഷമിക്കാൻ, ഏതൊരു പ്രതിസന്ധി ഘട്ടങ്ങളിലും പ്രയാസഘട്ടങ്ങളിലും ക്ഷമിക്കാൻ നമുക്ക് കഴിയണം. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹബിഹി അജ്മഈൻ. അമ്മാ ബഅദ് ഫത്തഖുല്ലാഹ ഇബാദല്ലാഹ്. അല്ലാഹുവെ സൂക്ഷിച്ച് അവന്റെ വിധിവിലക്കുകൾ പാലിച്ചുകൊണ്ട് ജീവിക്കണമേ എന്ന് ഒരിക്കൽ കൂടി ഉണർത്തുന്നു, വസിയത്ത് ചെയ്യുന്നു. സഹോദരന്മാരെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു തിരുവചനത്തിൽ കാണാം, മാ യുസീബുൽ മുസ്ലിമ മിൻ നസബിൻ വലാ വസബിൻ വലാ ഹമ്മിൻ വലാ ഹസ്നിൻ വലാ അസൻ വലാ ഗമ്മിൻ ഹത്താ അശ്ശൗഖതു യുശാഖിഹുഹാ ഇല്ലാ കഫറല്ലാഹു ബിഹാ മിൻ ഖതായാഹു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു മുസ്ലിമിനെ ബാധിക്കുന്നില്ല, ഒരു മുസ്ലിമിനും ബാധിക്കുന്നില്ല എന്ത്? മിൻ നസബിൻ, ഒരു ക്ഷീണവും
വല വസബിൻ ഒരു രോഗവും, വല ഹമ്മിൻ ഒരു ദുഃഖവും, വല ഹുസ്നിൻ ഒരു സങ്കടവും, വല അസൻ ഒരു ഉപദ്രവവും, വല ഗമ്മിൻ ഒരു വിഷമവും, ഹത്ത ഏതുവരെ ഒരു മുള്ളു തറക്കുന്നത് പോലും, ഇല്ല കഫറല്ലാഹു ബിഹ മിൻ ഖതായാഹും അവന്റെ പാപത്തിൽ നിന്ന് അള്ളാഹു അത് മായ്ച്ചു കൊടുത്തിട്ടല്ലാതെ. അപ്പൊ ഏതൊരു വിഷമമാകട്ടെ, ഒരു ദുഃഖമാകട്ടെ, ഒരു സങ്കടമാകട്ടെ, ഒരു പ്രയാസമാകട്ടെ, ഒരു വിഷമമാകട്ടെ, ഒരു ഉപദ്രവമാകട്ടെ, എന്ത് തന്നെയായാലും നമുക്കൊരു മുസ്ലിമിന് അത് ബാധിക്കുന്നുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും അവന്റെ പാപങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല മായ്ച്ചു കൊടുക്കുമെന്നുള്ള. പക്ഷെ എന്ത് വേണം? ക്ഷമിക്കാൻ നമുക്ക് കഴിയണം. അള്ളാഹുവിൽ നിന്നുള്ള പ്രതിഫലം എന്ത് ചെയ്യണം? നമ്മൾ ആഗ്രഹിക്കണം. നമ്മൾ അത് ആഗ്രഹിക്കുന്നത് കൊണ്ട് എന്താ പ്രശ്നം? നമ്മളത് ക്ഷമിക്കാതിരുന്നത് കൊണ്ട് ഒന്നും നേടാനൊന്നും പോകുന്നില്ലല്ലോ. ഒരു വിഷമം വന്ന്, ഒരു പ്രയാസം വന്ന് നമ്മൾ വല്ലാണ്ട് പ്രയാസപ്പെട്ട് ക്ഷമിക്കാനൊന്നും കഴിയാതെ ഒരവസ്ഥയിലേക്ക് ഇങ്ങനെ പോകുന്നത് കൊണ്ട് എന്ത് നമുക്ക് നേടിയെടുക്കാൻ? കിട്ടേണ്ട പ്രയാസം എന്തായാലും, അനുഭവിക്കേണ്ട ദുഃഖങ്ങളും പ്രയാസങ്ങളും ദുരിതങ്ങളും വിഷമങ്ങളും ഒക്കെ നമുക്ക് എന്തായാലും അനുഭവിക്കുന്നതാണ്. അപ്പൊ ആ അനുഭവിക്കുന്ന വ്യക്തി അള്ളാഹുവിന് വേണ്ടി ക്ഷമിച്ചാലോ അതിനൊരു പ്രത്യേകത ഉണ്ട്. പ്രതിഫലം അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരുക്കി വെച്ചിട്ടുണ്ട്. അതിലൊരു പ്രതിഫലമാണ് നമ്മുടെ ജീവിതത്തിൽ വന്നിട്ടുള്ള തെറ്റുകളും കുറ്റങ്ങളും പാപങ്ങളും ഒക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല പുറത്തു തരികയാണ്. അതുമൂലം ഒരു രോഗം വന്നാൽ പോലും, ഒന്ന് വേദനിച്ചാൽ പോലും, ഒരു മനപ്രയാസം ഉണ്ടായാൽ പോലും, മുമ്പിൽ ഒരു തടസ്സം ഉണ്ടായാൽ പോലും, എന്ത് വിഷമാകട്ടെ അതൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം എന്താണ്? അത് അവന്റെ പാപങ്ങൾ പുറത്തു കൊടുക്കാനുള്ള ഒരു മാർഗമാണ്. അതുകൊണ്ട് നമ്മൾ അതെന്ത് ചെയ്യുക? മനസ്സിലാക്കുക. അതിനു വേണ്ടിയിട്ട് എന്ത് ചെയ്യുക? നമ്മൾ ക്ഷമിക്കാൻ വേണ്ടി ശ്രമിക്കുക. അള്ളാഹു ക്ഷമിക്കുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ.